ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താല്പര്യ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതഭജനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 234 ദിവസമാണ്. ഇന്ന് 605 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കാത്തവർ അനുഗ്രഹിക്കപ്പെടുകയില്ല. ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കാത്തവർ അനുഗ്രഹിക്കപ്പെടുകയില്ല. പലരും പല വിധത്തിൽ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സത്യത്തിന്റെ ശോധന വരുത്തി കണ്ടെത്തുന്നതിന് ഭൂതക്കണ്ണാടി ആവശ്യമാണ്. ഒഴുകിയെത്തുന്ന ജലപ്രവാഹം പോലെയുള്ള കാലത്തിന് നേർക്ക് ഭൂതക്കണ്ണാടി പിടിക്കുന്ന പ്രതിഭകൾ സത്യത്തെയും വിദ്യയെയും വേർതിരിച്ച് കണ്ടെത്തുന്നു. സകലത്തിൽ നിന്ന് ശകലത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് സൂക്ഷ്മ പരിശോധന എന്ന് വിളിക്കുന്നു. പലതിനെ ചൊല്ലി വേവലാതിപ്പെടാതെ ഒന്നിനെ കണ്ടെത്തുന്ന അന്വേഷണം നീളുന്നതും ചെന്നെത്തി നിൽക്കുന്നതും സത്യത്തിൻ്റെ ആശങ്കയിലേക്കാണ്. 4 തരത്തിലുള്ള ആശങ്കകളാണ് സത്യത്തിന്റെ പരിസരങ്ങളിൽ എത്തുന്നവർ അനുഭവിക്കുന്നത്. ഇതായിരുന്നുവോ സത്യം? ഇത്രയും നാൾ ഞാൻ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ഈ സത്യത്തെ പുറം തിരിഞ്ഞ് നിന്നത്? സത്യം എന്തുകൊണ്ടാണ് എനിക്ക് വെളിപ്പെട്ട് കിട്ടാഞ്ഞത്? തുടങ്ങി പരശതം ചോദ്യങ്ങളിൽ തെളിഞ്ഞും ഒളിഞ്ഞും ചില മിന്നലാട്ടങ്ങളിലൂടെ സത്യത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ദമസ്കോസിലെ പടിവാതിക്കൽ വെച്ച് ലഭിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പരിശുദ്ധ പൗലോസ്ലീഹ അനുഭവിച്ചത് അത്തരം അനുഭവ യാഥാർത്ഥ്യങ്ങളും സമാഹൃത സത്യങ്ങളും ആയിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും ചരിത്രം വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ബഹുഭൂരിപക്ഷം അനുവർത്തിക്കുന്ന പാതയിൽ സത്യമില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് ഭ്രമാത്മകത ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം സത്യത്തോടല്ല വിദ്യകളോട് ചേർന്നാണ് നിന്നിരുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് വേദനകൾ ബഹുഭൂരിപക്ഷം ജീവിതാനുഭവങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന ആലസ്യത്തിന്റെ തേങ്ങലുകൾ എന്നിവ മാറി ശുദ്ധീകരണം ആവശ്യമാണ് എന്ന ബോധ്യം അധികരിക്കുന്ന നിമിഷത്തിൽ സത്യത്തിലേക്ക് നയിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിതാവിന്റെ ഭവനത്തിലെ സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് അകലത്തേക്ക് യാത്രയായ മകൻ തിരിച്ചു വരുവാൻ ഇടയാക്കിയത് ഇത്തരത്തിലുള്ള പ്രേരണയായിരുന്നു. ശാസ്ത്രപ്രകാരം അസ്തിത്വപരവുമായ ഒട്ടേറെ യാതനകൾ നിറഞ്ഞു നിൽക്കുന്ന സത്യത്തിന്റെ തലോടലിൽ ആർദ്രത കിനിയുന്നു, വക വെടിയുന്നു. പകരം വീട്ടലുകളില്ലാതെ ദുരഭിമാനം വെടിയുന്ന, ദോഷം സഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന, സ്വഭാവ ഗുണം ആർജിക്കുന്നതിൽ ശുദ്ധീകരണം, ആത്മചൈതന്യം വഴി വിളക്കുകൾ ആകുന്ന പരിവർത്തനത്തിന്റെ സത്യത്തിൽ അസ്തിത്വം കണ്ടെത്തുവാൻ കഴിയണം. മൂന്നാമത്തേത്, സത്യത്തിന്റെ മുറിവുകൾ ഏൽക്കുവാൻ ആർക്കും ഇഷ്ടമില്ല. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനെന്ന് എത്രയോ തവണ ആവർത്തിച്ച് ഉരുവിട്ട് ഹൃദിസ്ഥമാക്കുന്നു. എന്നാൽ വാക്ക് വ്യത്യാസം കാണിക്കുന്നതിൽ നാം മുൻപന്മാരാണോ? ഒരു ഛേദവുമില്ലാത്ത നുണകൾ പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? സത്യത്തിൽ കൂടെ നിന്നാൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചെറിയ ക്ഷതങ്ങൾ പോലും ഏൽക്കുവാൻ തയ്യാറില്ലാത്ത സുഖം തേടുന്നവരുടെ എണ്ണം കൂടുകയാണ്. യഥാർത്ഥത്തിൽ അവർ സുഖം അനുഭവിക്കുന്നുണ്ടോ? സത്യത്തോടുള്ള അകലം കൂടുന്തോറും അസുഖകരമായ അനിശ്ചിതത്വം ഉയർന്നവരാണവർ എന്ന് നമുക്ക് മനസ്സിലാകും. സത്യം സ്വതന്ത്രരാകുമെന്നറിഞ്ഞിട്ടും ആത്മനിന്ദയുടെ തടവുകാരായി കഴിയുന്നവർ ഏറെയുണ്ട്.
മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നതിന് അപ്പുറമാണ് സത്യം നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ സത്യം അകലെയല്ല, ഒരു വ്യക്തിയുടെ വികാരങ്ങളെ പോലും സ്വാധീനിക്കാവുന്ന തരത്തിൽ ഉള്ളിൽ പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യം എന്ന നിലയിൽ സത്യം സവിശേഷമാണ്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രപഞ്ചത്തെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്നതും നിരന്തരം കൂട്ടിച്ചേരലുകൾക്ക് നിമിത്തമാകുന്നതുമായ യാഥാർത്ഥ്യമാണ് സത്യം. പരിജ്ഞാനത്തിന്റെ പ്രഭയുള്ള വാക്കുകളിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത് സത്യവചനത്തെ യാഥാർത്ഥ്യമായി പ്രസംഗിക്കണമെന്നാണ്. അനന്തത്തിലേക്ക് ആനയിക്കുന്നതും അരികെ അണയുന്നതുമായ സത്യവചനമാണ് ക്രിസ്തു. ഭയപ്പെട്ട് എമ്മാവൂസിലേക്ക് യാത്രയായ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതായി സുവിശേഷത്തിൽ നാം വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നാം കണ്ടത് ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കാത്തവർ അനുഗ്രഹിക്കപ്പെടുകയില്ല എന്നാണ്. നമുക്ക് മനസ്സിലാകേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലേക്ക് നാം ഓരോരുത്തരും ജനിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ നമ്മൾ ശരിക്കും നിർവഹിക്കുന്നില്ല എങ്കിൽ നാം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം. ആ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് അവനവൻ്റെ ഷൂവിൽ നിന്നുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യാത്തത്, നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് അതൊക്കെയും കംപ്ലീറ്റ് ആക്കുവാൻ സാധിക്കുന്നത് എന്നൊക്കെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൾ ആദ്യം മകനായി, പിന്നീട് ഭർത്താവായി, ഭാര്യയായി, അതിനുശേഷം അവൻ അപ്പനായി, അവർ അപ്പനായി, അമ്മയായി, അതിനുശേഷം വല്യപ്പനായി, വല്യമ്മയായി. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതായ അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതര കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ നമ്മൾ ശരിക്ക് അനുഷ്ഠിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ആ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കണം. അപ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുകയും നമ്മുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഗുണങ്ങളെ കൂട്ടുകയും നമ്മുടെ കുറവുകളെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. അത് നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമുക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളൊക്കെയും കൂട്ടി വായിക്കുമ്പോൾ നമുക്കതിൽ നിന്നും അത് മനസ്സിലാകുന്നുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായ കാണിച്ചു തന്നിട്ടുള്ളതായ ആ ജീവിത രീതി നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും ആദ്യമായി സൂക്ഷ്മ പരിശോധന നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കുണ്ടായിരിക്കണമെന്നുള്ളതാണ്. അതായത് ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് ഇതിലെടുത്ത് പറയുന്നത്. പാമ്പാടി തിരുമേനിയെ നോക്കുക, പരിമല തിരുമേനിയെ നോക്കുക, അതുപോലെ നമ്മൾക്ക് അറിയാവുന്ന എത്രയോ പുണ്യവാളന്മാരും പുണ്യവാളത്തികളുമുണ്ട്. അവരെ ഓരോരുത്തരെയും നാം ശരിയായ രീതിയിൽ ഒന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് അവരൊക്കെയും ഈ ലോകത്തിൽ അവരുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ചവരാണ്. അങ്ങനെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകുന്നത്. തൻ്റെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ആ സ്തേഫാനോസിനെ നാം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു ഭാഗമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലിരിക്കുന്നതും അവൻ കണ്ടതായി ആ വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അത് നാം മനസ്സിലാക്കിയിട്ട് സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ നമുക്ക് ഒരു ഇടമുണ്ടെന്നും നാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുവാൻ തോന്നുന്നത്. അതിനു വേണ്ടിയിട്ട് ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.